നാട്ടിൽ നിരവധി ആളുകൾ നടത്തുന്ന ഒരു ജനകീയ ബിസിനസ്സിലൊന്നാണ് ഭൂമി കച്ചവടം അഥവാ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ചെറുതും വലുതുമായി ഈ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും. എന്നാൽ ഈ മേഖലയിൽ പ്രാബല്യത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും പുറത്തു വരുന്നത്. ഭൂമി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് സമീപിച്ച ശേഷം സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതാണ് പുതിയ രീതി. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന പരാതി വ്യാപകമാണ്. നിരവധി ഭൂമികളും പ്ലോട്ടുകളും ചൂണ്ടിക്കാണിക്കുകയും ഒരേ ഭൂമിയുടെ പേരിൽ ഒന്നിലധികം ആളുകളിൽ നിന്ന് പണം അഡ്വാൻസായി കൈപ്പറ്റും. നിരവധി പേര് ഭൂമാഫിയയുടെ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തു. ഒരു ഭൂമി കാണിച്ചു കൊടുത്ത് അത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കും. അഡ്വാൻസ് ഇനത്തിൽ പണം വാങ്ങും, കരാറും എഴുതും. പിന്നീട് ഇവർ ബന്ധപ്പെടുകയുമില്ല, ആ വഴിക്ക് വരികയുമില്ല. പലരെയും ഭീഷണിപ്പെടുത്തുകയും കൊടുത്ത ചെക്കുകളും കരാറുകളും തിരിച്ചു വാങ്ങുകയും ചെയ്യും. കബളിപ്പിക്കപ്പെട്ട പലരും വിവരം മാനഭയമോർത്ത് പുറത്തു പറയത്തില്ല. ഏറിയാട് താമസക്കാരനായ ഭൂമാഫിയ സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഭൂമി കച്ചവടത്തിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട കബളിപ്പിക്കപ്പെട്ടവരുടെ ഒരു യോഗം കൊടുങ്ങല്ലൂർ മിനി ടൂറിസ്റ്റ് ഹോമിൽ കഴിഞ്ഞ ദിവസം ചേർന്ന് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. കോടിക്കണക്കിന് രൂപ സാധാരണക്കാരിൽ നിന്ന് തട്ടിയെടുക്കുന്ന ഭൂമാഫിയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും പണം തിരിച്ചു കിട്ടാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്ത് പലയിടത്തും നടക്കുന്നു. കൂടുതലും വിദേശത്തുള്ള പ്രവാസികളാണ് പറ്റിക്കപ്പെടുന്നത്. പ്രവാസികളുടെ സ്ഥലം കാണിച്ചും മറ്റുള്ളവരെ പറ്റിക്കുന്നു. വസ്തു വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.